കട്ടി 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 ഹായ് എവരി വൺ, തമ്പനയിൽ കണ്ടിട്ട് ഒരു ബർത്ത്ഡേ ഉണ്ടെന്ന് മനസ്സിലായി. കേക്ക് കട്ട് ചെയ്യുന്നു അമ്മച്ചിയും. അപ്പോൾ പിന്നെ ആരുടെ ബർത്ത്ഡേ ആണ്? ആകെ കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ഈ ബർത്ത്ഡേ ആ അമ്മച്ചിയുടെ അല്ല, എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അവൾ ജനിച്ച പോലെ തന്നെ ഒരു മഴ ദിവസമാണ് ഇന്നും. ആ ബർത്ത്ഡേയുടെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് നാൾ മുമ്പ് ട്രെൻഡിങ് ആയ ഗ്ലാസ് കേക്കിൻ്റെ പരീക്ഷണമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ബീഫിന് എരിവ് കുറവായിരുന്നു. ഇത് വളരെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണ്. കാരമലൈസ്ഡ് പൈനാപ്പിളാണ് ടോപ്പിംഗ് വരുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ചെയ്യാട്ടോ. ഇതൊരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. ഗ്ലാസ് കേക്ക് ട്രെൻഡിങ് ആയിട്ട് കുറച്ച് കാലമായി. എങ്കിലും ഇപ്പോൾ പരീക്ഷിക്കാൻ തോന്നിയതിനൊരു പ്രത്യേക കാരണമുണ്ട്. ലോക്ക്ഡൗണും ക്വാറൻറ്റൈനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അത്ര സന്തോഷമായിട്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള മനസ്സ് ഇല്ലായിരുന്നു. വീട്ടിലായിരിക്കാനും നാട്ടിലായിരിക്കാനും ഒക്കെ അവസരം കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് കേക്ക് ഉണ്ടാക്കി അത് എൻ്റെ വല്യമ്മച്ചിയെ കൊണ്ട് മുറിപ്പിക്കണമെന്നൊരാഗ്രഹം. ഗ്ലാസ് കേക്കിനായിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏത് ഫ്രൂട്ടും എടുക്കാം. കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് പല കളേഴ്സിലുള്ള ഫ്രൂട്ട് എടുക്കുന്നത് കുറച്ച് ഹെൽത്തിയറും കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ എത്ര ചെറുതായി കട്ട് ചെയ്യാവുന്നതോ അത്രയും നന്നായിട്ട് നമുക്ക് ഗ്ലാസ് കേക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പല ഷേപ്പിലും മനോഹരമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ ഗ്ലാസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ബൗൾ കുറച്ച് ഹൈറ്റ് ഉള്ളതാണെങ്കിൽ കേക്ക് ഇങ്ങനെ പൊങ്ങി ഫ്രൂട്ട്സ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കുറച്ച് ഹൈറ്റ് ഉള്ളൊരു ബൗളെടുത്തു. ഇതിലേക്ക് ഞാൻ കണ്ണ് പോലെ ഓറഞ്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മൈലിക്ക് മൂക്കായിട്ട് പേരയ്ക്ക കൊണ്ട് ഒരു റൗണ്ട് പീസാണ് വെച്ചിരിക്കുന്നത്. ചീക്സായിട്ട് വാട്ടർമെലൺ വെച്ചു. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്തെടുക്കാം. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന വിളയിച്ച കുറച്ച് പൈനാപ്പിൾ ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഫ്രൂട്ട്സൊക്കെ ആവശ്യത്തിന് നിറച്ച ശേഷം നമുക്ക് ഇതിലൊഴിക്കാൻ ആവശ്യമായ നമ്മുടെ ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 2 കപ്പ് വെള്ളം നമുക്ക് എടുക്കാം. 2 കപ്പ് മതിയാവും, കാരണം ഇതിൽ ഫ്രൂട്ട്സ് ഇത്രയും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് 2 കപ്പ് വെള്ളം മതി. അതിനാവശ്യമായ പഞ്ചസാരയും ചേർത്ത് തിളപ്പിക്കുക. അതിനൊപ്പം തന്നെ മറ്റൊരു പാനിൽ നമ്മുടെ ചൈന ഗ്രാസ് 10 ഗ്രാം കുതിർത്ത് വെച്ചിരിക്കുന്നത് മെൽറ്റാകാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിലാക്കി വെക്കുക. വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിടാം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രേസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇതും കൂടി ഒന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക.
ഇതിൽ നമ്മൾക്ക് വാനില എസൻസോ മറ്റ് ഫ്ലേവേഴ്സോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്കിത് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പായെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മൾ സിറപ്പ് ഉണ്ടാക്കിയത് ഒരു 1.5 കപ്പോളം മിച്ചം വന്നു. അപ്പം ഞാൻ വേഗം തന്നെ ബാക്കി ഒരു ബൗളിലേക്ക് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ശരിക്കും ആറിയ ശേഷം ഒരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അങ്ങനെ 6 മണിക്കൂർ അല്ല, ഒരു രാത്രി മുഴുവൻ വെച്ചിരുന്ന ഗ്ലാസ് കേക്കാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ച് നോക്കാം. ഇത് നമ്മുടെ സെക്കൻഡ് ബൗളാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലോപ്പാണ്. അതായത് നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിയുന്നോടം വരെ ഈ ചൈന ഗ്രാസ് ഇങ്ങനെ ആറിയിരുന്നു. അപ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് സെറ്റായിരുന്നു. എന്നിട്ട് അതെടുത്താണ് നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് ഇട്ടത്. അപ്പോൾ ഇത് സെറ്റായിട്ടില്ല, അട്ടർ ഫ്ലോപ്പ്. പക്ഷേ ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ നല്ല സിറപ്പി കിടന്ന് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെറുതെ ഫ്രൂട്ട്സ് പെറുക്കി എടുത്ത് കഴിക്കാൻ. ഇത് നോക്കി കേക്ക് നോക്കി മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിരിക്കുക. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.